ചില കഥാപാത്രങ്ങൾ ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും അതിരുകൾ മായ്ച്ചു കളയും. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പുരോഹിതൻ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കേണ്ട ഒരാൾ. എന്നാൽ അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ മന്ത്രവാദത്തിന്റെ മേഖലയിലായിരുന്നു. കടുവകളെ മെരുക്കി, യക്ഷികളെ കീഴ്പ്പെടുത്തി, ദുർഭൂതങ്ങൾക്കായി പാതാളത്തിലേക്കുള്ള കവാടം തുറന്നു. കടമറ്റത്ത് കത്തനാർ. നമ്മുടെ കേരളത്തിൽ വിശ്വാസവും മന്ത്രവാദവും തമ്മിൽ കൂടിക്കലർന്ന ഒരു സവിശേഷ വ്യക്തിത്വം. ആരായിരുന്നു പൗലോസ് എന്ന ആ പുരോഹിതൻ? ഒരു ക്രിസ്ത്യൻ ഡീക്കന് എങ്ങനെയാണ് ഇത്രയധികം അമാനുഷിക ശക്തികൾ ലഭിച്ചത്? യഥാർത്ഥ ചരിത്രവും കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയുമായുള്ള ഐതിഹ്യമായ പോരാട്ടവും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു. കത്തനാരുടെ കഥകൾ ഐതിഹ്യമാല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രപരമായ ഒരു അടിത്തറയുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള കടമറ്റം പള്ളിയിലെ ഒരു ഡീക്കനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. അമ്മയുടെ മരണശേഷം പൗലോസ് ഒരു പേർഷ്യൻ പുരോഹിതന്റെ സംരക്ഷണത്തിലായി. അദ്ദേഹമാണ് മാർ അബോ എന്ന പേർഷ്യൻ ബിഷപ്പ്. മാർ അബോയുടെ കീഴിൽ പൗലോസിന് സുറിയാനി ഭാഷയിലും കുർബാനയുടെ ആചാരങ്ങളിലും മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു. ഈ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾക്ക് പേർഷ്യയുമായി ശക്തമായ ബന്ധമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കടമറ്റം പള്ളിയിലെ പേർഷ്യൻ കൽക്കുരിശ്. മാർ അബോയുടെ ശിഷ്യനായി ഡീക്കൻ പൗലോസായി മാറിയ അദ്ദേഹം പിന്നീട് നാട്ടുകാരുടെ ബഹുമാനം കൊണ്ട് കത്തനാർ എന്ന സ്ഥാനപ്പേര് നേടി. ഒരു സാധാരണ പുരോഹിതൻ എങ്ങനെയാണ് അതിമാനുഷിക ശക്തിയുള്ള മന്ത്രവാദിയായി മാറിയത്? കത്തനാർ ചരിത്രത്തിൽ വേരുറപ്പിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള കഥകൾ പ്രാദേശിക നാടോടി കഥകളിലൂടെയാണ് നിലനിന്നത്. കത്തനാർ അതിമാനുഷിക ശക്തികൾ ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരുടെ, അതായത് സാധാരണ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം ശാരീരിക ശക്തിയിലായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഗാംഭീര്യത്തിലും തീക്ഷ്ണമായ നോട്ടത്തിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹത്തിന് വന്യജീവികളുമായി സംസാരിക്കാനും കടുവകളെ പോലും മെരുക്കാനും കഴിഞ്ഞിരുന്നു എന്നാണ് കഥകൾ. ഒരു ബിഷപ്പിന് വേണ്ടി ഒരൊറ്റ വിത്തിൽ നിന്ന് മുന്തിരിവള്ളികൾ വളർത്തിയെടുത്ത കഥയൊക്കെ ഐതിഹ്യമാലയിലുണ്ട്. കത്തനാരുടെ ഈ മാന്ത്രിക ശക്തികളുടെ രഹസ്യം സുറിയാനി ക്രിസ്ത്യൻ പാരമ്പര്യവും കേരളത്തിലെ പ്രാദേശിക മന്ത്രവാദ വിദ്യകളുമായുള്ളൊരു സമന്വയമായിരുന്നു. ഒരു പുരോഹിതൻ ആചാരപരമായ പ്രാർത്ഥനകൾക്ക് പുറമെ പ്രാദേശികമായി ശക്തമായ മന്ത്രവാദ വിദ്യകൾ കൂടി ഉപയോഗിച്ചു. ഈ സവിശേഷതയാണ് അദ്ദേഹത്തെ മതപരമായ അതിരുകൾക്കപ്പുറം ജനകീയനാക്കിയത്. കത്തനാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം കള്ളിയങ്കാട്ട് നീലി എന്ന ഭീകര യക്ഷിയുമായുള്ള പോരാട്ടമാണ്. യാത്രികരെ ഭയപ്പെടുത്തിയിരുന്ന അതിക്രൂരയായ ഒരു ദുർഭൂതമായിരുന്നു നീലി. ഒരു യാത്രക്കിടയിൽ യക്ഷിയെ കണ്ട കത്തനാർ നദി കടക്കാൻ മറ്റൊരു തോണി കിട്ടാത്തതിനാൽ ശക്തമായ ഒരു മന്ത്രം ഉപയോഗിച്ച് അവളെ അവിടെ തന്നെ ബന്ധിച്ചു. അവിടെ നിന്ന് ഒരടി പോലും മാറാൻ അവൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് തിരികെ വന്ന കത്തനാർ യക്ഷിയോട്, നീ ഇനി ആളുകളെ ഉപദ്രവിക്കില്ലെന്ന് വാക്ക് തന്നാൽ നിനക്ക് ഇവിടെ താമസിക്കാൻ ഞാൻ അനുവാദം നൽകാം എന്ന് ആവശ്യപ്പെട്ടു. ഈ പോരാട്ടം വെറും ഒരു കഥയല്ല. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ തന്റെ ആത്മീയ അധികാരവും മന്ത്രശക്തിയും ഉപയോഗിച്ച് പ്രാദേശികമായി ശക്തയായ യക്ഷി എന്ന ദുർഭോഗത്തെ കീഴടക്കിയത് ആത്മീയമായ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിന് തുല്യമായിരുന്നു. നീലിയെ നശിപ്പിക്കാതെ അവളെ മെരുക്കി ആ സ്ഥലത്ത് തന്നെ നിർത്താൻ അനുവാദം നൽകുന്നതിലൂടെ കത്തനാർ തന്റെ മതത്തിന്റെ ശക്തി പ്രാദേശിക സമൂഹത്തിന് മുമ്പിൽ ഉറപ്പിച്ചു. കത്തനാരുടെ കഥകളിൽ ഏറ്റവും നിഗൂഢമായ ഒന്നാണ് പാതാള കിണർ. കടമറ്റം പള്ളിയോട് ചേർന്നുള്ള പോയിടം ചാപ്പലിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ കിണറിലൂടെയാണ് കത്തനാർ പാതാളത്തിലേക്ക് യാത്ര ചെയ്തിരുന്നത് എന്നാണ്. ദുർഭൂതങ്ങളെ പിടികൂടാനും ഒറ്റ രാത്രി കൊണ്ട് അടുത്തുള്ള കാടുകളിലേക്ക് സഞ്ചരിക്കാനും അദ്ദേഹം ഈ കിണറിനെ ഒരു കവാടമായി ഉപയോഗിച്ചു. ഈ വിശ്വാസം കത്തനാർക്ക് മാന്ത്രിക ശക്തികൾക്ക് പുറമെ ഭൗതിക ലോകത്തിന് പുറത്തുള്ള ശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. കത്തനാർ ജീവിച്ച വീടിരുന്ന സ്ഥലത്താണ് പോയിടം ചാപ്പൽ സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം വടക്ക് വശത്തുള്ള കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇന്നും തുടരുന്നു. കാരണം കടമറ്റത്ത് കത്തനാർ എന്ന ഐതിഹ്യം മതപരമായ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ ആകർഷിക്കുന്നു. കടമറ്റത്ത് കത്തനാർ ഒരു ചരിത്ര പുരുഷനാണോ അതോ വെറും ഒരു കെട്ടുകഥയാണോ? 9-ാം നൂറ്റാണ്ടിൽ പൗലോസ് എന്ന ഡീക്കൻ ആ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന വസ്തുത നിലനിൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം പ്രാദേശിക ജനങ്ങളുടെ വിശ്വാസങ്ങൾക്കും ഭയങ്ങൾക്കും മാന്ത്രിക ശക്തികളോടുള്ള ആകർഷണത്തിനും അനുസരിച്ച് വളർന്ന് മാന്ത്രികനായ ഒരു പുരോഹിതന്റെ രൂപത്തിലേക്ക് മാറി. ഈ സാംസ്കാരിക സമന്വയമാണ് കത്തനാരുടെ കഥയെ ഇത്രയും ശക്തമാക്കുന്നത്. അതിമാനുഷിക ശക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ച് പറയാതെ വയ്യ. അടുത്ത ശനിയാഴ്ച നമ്മൾ യാത്ര ചെയ്യുന്നത് മറ്റൊരു നിഗൂഢതയിലേക്കാണ്. ഭൂതത്താൻകെട്ട്. ഭൂതങ്ങൾ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിച്ച സ്ഥലമാണോ അത്, അതോ
പ്രകൃതിയുടെ വിസ്മയമായ 1341 പ്രളയത്തിന്റെ ശേഷിപ്പാണോ? കാത്തിരിക്കുക, ഉറപ്പായും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.